എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കുട്ടൂസ് പൊന്നൂസ് എന്ന് പറയുന്ന എൻ്റെ മക്കളുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലത്തെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഈ ചാനലിലും കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഞാൻ അവരോടൊക്കെ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം, സൈഡിലെ ബെല്ലൈക്കൺ ആരും തന്നെ ക്ലിക്ക് ചെയ്യുന്നില്ല, അതൊന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ പോലെ വന്നിട്ട് നിങ്ങൾക്കത് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന മന്ത്രം, നാളെ തിങ്കളാഴ്ചയാണല്ലേ. അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ദിവസം സാധാരണ ശിവക്ഷേത്രങ്ങളിലാണ് സന്ദർശിക്കാറ് എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നിത്യപൂജയും കാര്യങ്ങളൊക്കെ വരുന്നതുമാണ്. ഇതെല്ലാം ഇതിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ കൂടുതലും നമുക്ക് ഈ കല്യാണം കഴിഞ്ഞവർക്കും അതുപോലെ തന്നെ കല്യാണം കഴിയാതിരിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും നല്ല ദിവസമാണ് തിങ്കളാഴ്ച. പ്രദോഷം വേറെ, തിങ്കളാഴ്ച വ്രതം എടുക്കുന്നവരുണ്ട്, അതൊക്കെ വേറെ. അതൊക്കെ ഞാൻ ഇനി വരുന്ന വീഡിയോസിലിടാം. അറിയാത്തവർക്കും കൂടെ ഷെയർ ചെയ്ത് തരുന്ന വീഡിയോസാണ് കേട്ടോ. കുറേ പേർക്ക് അറിയാമായിരിക്കും അതൊക്കെ എന്താണെന്നുള്ളത്. പക്ഷേ ഞാൻ ഇവിടെ ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ശിവക്ഷേത്രങ്ങളിൽ തിങ്കളാഴ്ച പോയാലുള്ള ബെനിഫിറ്റ്സും അതുപോലെ തന്നെ മൃത്യുഞ്ജയ മന്ത്രം. അതായത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാമൃത്യുഞ്ജയ മന്ത്രം. അത് നമ്മുടെ ഹിന്ദു മതത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ശിവമന്ത്രമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഓം ത്രംബകം എന്ന് പറയുന്ന ആ ഒരു മന്ത്രം. ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും ഉദ്ദേശം എന്ന് പറയുന്നത് അമർത്യത കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതായത് മൃത്യുവിൽ നിന്നും രക്ഷിക്കുക, അല്ലേ, അകാല മരണം തടയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ വളരെ പ്രയാസകരമായ സാഹചര്യങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്ന, അല്ലെങ്കിൽ നമ്മളെ അത്രയും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത്രയും അതിശക്തിയാർന്ന ശിവമന്ത്രങ്ങളിലൊന്നാണ് എന്നാണ് വിശ്വാസം. അതായത് ഒരുപാട് പേര് അനുഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുന്നത്തെ കുറേ വീഡിയോസിന് മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു സബ്സ്ക്രൈബർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അവരുടെ അമ്മ ഇതുപോലെ വയ്യാതെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്നുണ്ടായിരുന്നു. പ്രായം വളരെ കുറവാണ്. അപ്പോൾ ഇങ്ങനെ ആൾ ഭയങ്കര ശിവഭക്തിയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ വാരാഹി അമ്മയുടെ ചാനലിൽ ഫസ്റ്റ് ടൈം കാണുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരിയുടെ മെസ്സേജ് എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ കാര്യം, ആ കുട്ടി ഇതുപോലെ എൻ്റെ ഒരു ശിവഭഗവാന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്ന സമയത്ത് എനിക്ക് കമൻറ്റ് ചെയ്ത് കാണാം, അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാതെ വെൻറ്റിലേറ്റർ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ശിവമന്ത്രം, അതായത് ഈ മൃത്യുഞ്ജയ മന്ത്രം കുറേ തവണ ഉരുവിട്ടു എന്ന് പറയുന്നു. അങ്ങനെ അമ്മയുടെ അസുഖം ഭേദമായി. അതുപോലെ അമ്മ ഡോക്ടർമാർ പോലും പറഞ്ഞു, നമുക്കിനി നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ. അങ്ങനൊരു മെസ്സേജാണ്, അങ്ങനൊരു കമൻറ്റാണ് എനിക്ക് ചെയ്തിരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നും അമ്മ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ ഒരു സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്ന ആ ഒരു കമൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അവർക്ക് അത്രയും പൂർണ്ണ വിശ്വാസമുണ്ട് ആ ഒരു മന്ത്രശക്തി, അല്ലേ. അപ്പോൾ എല്ലാവരും ഈ കഷ്ടതകളിൽ നിന്നുമൊക്കെ രക്ഷപ്പെടാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിലെ സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടണമെങ്കിൽ ശിവമന്ത്രങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുപോലെ തന്നെ ഈ മൃത്യുഞ്ജയ മന്ത്രം ഡെയിലി നമ്മൾ വളരെ ശ്രദ്ധയോടെ ചൊന്നു കഴിഞ്ഞാലും നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓർമ്മിപ്പിച്ചതാണ് ഇത് പറയുന്ന കൂട്ടത്തിൽ. അപ്പോൾ അത്രയും ശക്തിയാർന്ന ഒരു മന്ത്രമാണ്. നമുക്ക് ഭയം തന്നെ ഇല്ലാതാകും എന്നാണ് പറയുന്നത്. നമുക്ക് ചില ആളുകൾക്കൊക്കെ ഭയങ്കര ഉൾഭയമാണ്, അല്ലെങ്കിൽ എന്തിനോ എന്നൊരു റീസണില്ല, പക്ഷെ അവർക്ക് ഭയമുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളെ മാറ്റി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഏറ്റവും ശക്തിയാർന്ന, നമ്മുടെ ആത്മാവിനെ തന്നെ സംരക്ഷിക്കാൻ പറ്റുന്ന അത്രയും അതിശക്തമായ മന്ത്രമാണ് കേട്ടോ ഈ മഹാമൃത്യുഞ്ജയ മന്ത്രം. പതിവായി ജപിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷിതവും അത്രയും നിങ്ങളെ നല്ലൊരു അനുഭവത്തിലേക്ക് എത്തിക്കുന്ന അത്രയും ശക്തിയാർന്ന ഒരു മന്ത്രമാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം.
ശാരീരികമായ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടായാലോ അപ്പം അത് മാറ്റാനും അതുപോലെ നല്ലൊരു ആരോഗ്യം നൽകുവാനുമൊക്കെ ഈ ഒരു മന്ത്രം നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു മന്ത്രം എല്ലാവരും, അതായത് കുറച്ച് പേരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ദേഹാസ്വാസ്ഥ്യം, അതായത് നിങ്ങൾക്ക് ലൈക്ക് യുനോ ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ കാലുവേദന, ഒരുപാട് നാളുകളായി ഈ കാലുവേദന കാരണം എനിക്ക് ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ കമൻറ്റുകൾ വന്നു. അപ്പം എനിക്ക് തോന്നി ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ ഗുണം ചെയ്യും എന്നെനിക്ക് തോന്നി. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ഡെയിലി ചൊന്നു കഴിഞ്ഞാൽ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു മൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഉത്ഭവം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. വളരെ കാലം തപസ് ചെയ്ത ഋഷി ഭൃഗുവനും അതുപോലെ മരുത്മതി എന്ന് പറയുന്ന അവർ രണ്ടാളും ശരിക്കും ശിവഭക്തരായിരുന്നു. അവരെങ്ങനെ ഭഗവാനെ വളരെ കാലം തപസ് ചെയ്ത് വർഷങ്ങളോളം അങ്ങനെ ഒരു പുത്രനെ ലഭിക്കുകയുണ്ടായി അവർക്ക്. സോ അപ്പോൾ അതിലൊരു വ്യവസ്ഥ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ അവരുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു, ഒരു കുട്ടിയുണ്ടായി. ഓക്കെ, അപ്പോൾ എന്താ പറയുക, 2 ഉപാധികളാണ് പരമേശ്വരൻ അവർക്ക് നൽകിയത്. ഒന്നുകിൽ അവർക്ക് വളരെ ബുദ്ധിമാനും എന്നാൽ വളരെ ചുരുങ്ങിയ ആയുസ്സുള്ളതുമായ ഒരു മകനെ ജനിപ്പിക്കാം, അല്ലെങ്കിൽ അവർക്ക് ദീർഘായുസ്സുള്ള ഒരു മകനെ ജനിപ്പിക്കാം, എന്നാൽ ബുദ്ധിശക്തി കുറവായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവർ ആദ്യത്തെ ഓപ്ഷനായിരുന്നു അവർ സെലക്ട് ചെയ്തത് കേട്ടോ. അങ്ങനെ അവരുടെ ആഗ്രഹം സാധിച്ചു. ഏതായിരുന്നു ആദ്യത്തെ ഓപ്ഷൻ? അതായത് വളരെ ബുദ്ധിമാനും ചുരുങ്ങിയ ആയുസ്സുള്ള മകനെ ജനിപ്പിക്കാം എന്നുള്ളതായിരുന്നു. ഇതാണ് പരമശിവൻ കൊടുത്ത 2 ഉപാധികളിൽ ആദ്യത്തേതാണ് അവർ സെലക്ട് ചെയ്തത്, ഇപ്പോൾ പറഞ്ഞത്. അങ്ങനെ അവർ 12 വർഷം മാത്രമേ ജീവിക്കാൻ കഴിയുള്ളൂ ആ കുഞ്ഞിന്. അപ്പോൾ അങ്ങനെ കുഞ്ഞിനെ മാർക്കണ്ഡേയൻ എന്നുള്ള പേര് വിട്ടു. അവർ ആഗ്രഹിച്ചതെല്ലാമായിരുന്നു നടന്നത്. ഓക്കെ, അങ്ങനെ സന്തോഷകരമായ ജീവിതം നൽകാൻ ഋഷി ഭൃഗുവരും ഭാര്യയും അദ്ദേഹത്തിൻ്റെ ആയുസ്സൊക്കെ കുറവാണെന്ന വസ്തുതയിൽ അവനെ നല്ല രീതിയിലെല്ലാം വളർത്തി വലുതാക്കി. അങ്ങനെ മാർക്കണ്ഡേയന് 12ാം ജന്മദിനം വന്നപ്പോൾ അവരെ മാതാപിതാക്കളാകെ തകർന്നു. കാര്യം അവർക്കറിയാമല്ലോ അല്ലേ, അവരുടെ ദുരിതം ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവരുടെ വിധിയെക്കുറിച്ചും അവൻ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ചൊക്കെ അവർ മുഴുവൻ വിവരിച്ചു കൊടുത്തു മാർക്കണ്ഡേയനോട്. അപ്പം അങ്ങനെ കഥ മുഴുവൻ കേട്ട ശേഷം അവൻ എന്ത് ചെയ്തു, ശിവനോട് തപസ് ആരംഭിച്ചു. അങ്ങനെ യമദേവൻ അവൻ്റെ പ്രാണൻ എടുക്കാൻ വന്നപ്പോൾ അവൻ രക്ഷപ്പെട്ടു. ഓടി ചെന്ന് എന്താ ചെയ്തെന്നറിയോ, ശിവലിംഗത്തെ കെട്ടിപ്പിടിച്ചു. അങ്ങനെ മാർക്കണ്ഡേയനോടുള്ള ആ ഒരു ഭക്തിയും സ്നേഹവും കണ്ട ശിവൻ എന്ത് ചെയ്തു, പ്രത്യക്ഷപ്പെട്ടിട്ട് യമനോട് ദേഷ്യപ്പെട്ടു. മാർക്കണ്ഡേയനെ വെറുതെ വിടാൻ പറഞ്ഞു. തുടർന്ന് അദ്ദേഹം മാർക്കണ്ഡേയന് ദീർഘായുസ് നൽകാൻ സഹായിക്കുന്ന പ്രത്യേക മഹാമൃത്യുഞ്ജയ മന്ത്രം നൽകി. അതാണ് ഈ ഒരു മഹാമൃത്യുഞ്ജയ മന്ത്രം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ആപത്തിൽ നിന്ന് നമ്മൾ രക്ഷിക്കാൻ സഹായിക്കുന്ന ഒരു മന്ത്രമാണിത്. അപ്പോൾ ഇത് അറിയാത്തവർക്ക് കൂടെ ഇതിനേക്കാളും ബെറ്ററായിട്ട് കഥകൾ അറിയുന്ന വ്യക്തികൾ ഇതിനകത്തുണ്ടെന്നറിയാം. അപ്പോൾ അറിയാത്തവർക്കൂടെ ഷെയർ ചെയ്യുന്ന പറ്റുന്ന പോലെ എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറിയാത്തവർക്ക് ഈ ഒരു സ്റ്റോറി ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കാം ചിലപ്പോൾ, അല്ലേ? അപ്പോൾ ഇങ്ങനെയാണ്. അപ്പം അത്രയും ശക്തിയുള്ള ഒരു മന്ത്രമാണ് മൃത്യുഞ്ജയ മന്ത്രം. അപ്പോൾ അന്ന് മുതൽ മഹാമൃത്യുഞ്ജയ മന്ത്രം ലോകം മൊത്തം അറിയപ്പെട്ടു. ഓക്കെ, അപ്പോൾ അത്രയും ഫേമസ് ആയിട്ടുള്ള മന്ത്രമാണ്. അതുമല്ല, ഈ ഒരു മന്ത്രത്തിൻ്റെ വേറൊരു പേര് കൂടെ ഉണ്ട്, രുദ്രമന്ത്രം എന്നും അറിയപ്പെടുന്നു. അതായത് ശിവൻ്റെ ക്രോധഭാവം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. ത്രയംബക മന്ത്രം ശിവൻ്റെ 3 കണ്ണുകളെയാണ് പരാമർശിക്കുന്നത് ശരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മന്ത്രത്തിൻ്റെ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നാളത്തെ ദിവസം വളരെ നിത്യവും ജപിക്കുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു എന്താ പറയുക, കംഫർട്ടബിളായിട്ടുള്ള ടൈം ബെറ്റർ നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ഇത് പ്രാർത്ഥിച്ചാൽ അത്രയും നല്ലതാണ്. അതല്ല, നിങ്ങൾക്ക് അതിനുള്ള സമയം കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്ധ്യാനേര സമയത്തോ അല്ലെങ്കിൽ രാവിലെ വിളക്ക് തെളിയിക്കുന്ന സമയത്തോ നിങ്ങൾക്കിത് ചൊല്ലാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്പ് ചെയ്യും. ഞാൻ ഈ മന്ത്രം ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നതാണ്. കുടുംബൈക്യത്തിനും അതുപോലെ നിങ്ങളുടെ എന്തെങ്കിലും അപകടാവസ്ഥ വന്നിട്ടുണ്ടെങ്കിലും അതുപോലെ ദേഹാസ്വാസ്ഥ്യം ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ, നിങ്ങളുടെ രോഗങ്ങളും ഒരുപാട് ഇങ്ങനെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ചില ആളുകളൊക്കെ ഉണ്ട്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ രക്ഷപ്പെടുത്താൻ ഭഗവാന് സാധിക്കട്ടെ അല്ലേ. അപ്പോൾ നിങ്ങൾ ഈ മന്ത്രം എന്തായാലും ദിവസവും
ചൊല്ലുക. ഓക്കെ, അപ്പോൾ ഈ മന്ത്രം ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്, കൂടെ ചൊല്ലിയാൽ അത്രയും നല്ലത്. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങൾ വീഡിയോ എടുക്കുമ്പോൾ ഈ ഉള്ളിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ആദ്യം തന്നെ കേട്ട് അവസാനം നിങ്ങൾ ഫോർവേഡ് ചെയ്ത് കഴിയുമ്പോൾ മെയിനായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്നത്. മാക്സിമം വീഡിയോ കംപ്ലീറ്റ് കാണുക കേട്ടോ. കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഈ ഒരു മന്ത്രം, ശിവമന്ത്രം, അതായത് മൃത്യുഞ്ജയ മന്ത്രം പാടുന്നുണ്ട്. അപ്പോൾ കൂടെ ജപിക്കുക കേട്ടോ. അപ്പോൾ ഞാനത് മെൻഷൻ ചെയ്യാം. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം ഉർവാരുകമിവ ബന്ധനാൻ മൃത്യോർമോക്ഷേയമാമൃതാത്. 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 ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം
ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമോക്ഷേയമാമൃതാത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം. ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമോക്ഷേയമാമൃതാത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം. ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമോക്ഷേയമാമൃതാത്. ഓം ത്ര്യംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർധനം. ഉർവാരുകമിവ ബന്ധനാൽ മൃത്യോർമോക്ഷേയമാമൃതാത്.